ജോലി വേണം അധികാരികളെ, അങ്ങനെ 2.5 വർഷം പഠിച്ചു പാസ്സായി ജോലിക്കണ്ടേ, മൂല്യമതില്ലേ സർക്കാരെ, മൂല്യമതില്ലേ അധികാരികളെ. PSC എന്നൊരു ലിസ്റ്റ്, പഠിച്ചു നേടിയ റാങ്ക് കാർഡ്, മൂല്യമതില്ലേ സർക്കാരെ, 1ാം റാങ്കും 100ാം റാങ്കും തെരുവിൽ സമരം ചെയ്യുന്നു. ദിവസമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് സമരത്തിലാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ അത് എന്താണെന്ന് കേട്ടുകൊണ്ട് അൽഭാസ്കറിന്റെ ബാക്കിലോട്ട് വരുമോ? ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സർക്കാർ ഘട്ടങ്ങളിലായി തുടർന്നിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇന്ന് തുടങ്ങിയ ഒരു വിഷയമല്ല. ഇത് 2 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു വിഷയമാണ്. നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു എക്സാം കൊടുക്കുന്നു, തൊഴിലവസരത്തിന് വേണ്ടി PSCയിൽ എക്സാം കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ആ തൊഴിലവസരം, അവരുടെ അവകാശമായ തൊഴിലവസരം അവർക്ക് കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സഞ്ചരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്, നമ്മുടെ കുട്ടികളും നമ്മളെ ഈ സംസ്ഥാനത്തിൻ്റെ തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നം പരിഹരിക്കണം. ഈ സർക്കാർ വന്നിട്ട് 2 മാസമായി, 2.5 മാസമായി 10,000 കോടി കൂടുതൽ കടമെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. ഒരൊറ്റ തൊഴിലവസരം സൃഷ്ടിച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ, അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. അവരൊപ്പം BJP ആദ്യവും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവും. കൃത്യമായി നമ്മൾ ഈ ഡൽഹിയിൽ കാണുന്ന രാഹുൽ ഗാന്ധിയുടെ നാടകവും CPM ചെയ്യുന്ന നാടകമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കുട്ടികൾക്ക് കൃത്യമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ അവർ ഒരു കാര്യവും ചെയ്യില്ല, ഒരു വിരല് ഉയർത്തില്ല. എന്നിട്ടാണ് പോയിട്ട് അവിടെ ഓരോന്ന് പറയുന്നത്. ഈ കുട്ടികളുടെ അവകാശമാണ്, തൊഴിൽ അവരുടെ അവകാശമാണ്. ഈ PSCയിൽ ഇവിടെ സമരം ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ 100% പിന്തുണയുണ്ട്. ഞാൻ അടുത്ത ആഴ്ച എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണും. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കും. സഭയിൽ ഇത് BJP ഉയർത്തുമെന്ന് ഞാൻ ഇന്നൊരു വാഗ്ദാനം കൊടുക്കുന്നു. അത് അവർക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അത് BJP അവരൊപ്പം ഉണ്ടാവും, കുട്ടികളുടെ ഒപ്പം BJP എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.